ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനു സാമുവൽ. ഞാൻ ഇവൻ ടിങ്കു ആണ്. സോ ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ടിങ്കുവിന്റെയും എന്റെയും വിശേഷങ്ങൾ അറിയുന്നുണ്ടാകാം. എക്സാമിന്റെ തലേദിവസം പഠിക്കുന്നത് നല്ലതാണോ? പിന്നെ നല്ലതാ. ഇവൻ പറയുന്നത് നല്ലതാണ്. എക്സാമിന്റെ തലേദിവസമാണ് പഠിക്കേണ്ടത്. അത് എല്ലാം അറിഞ്ഞാത്തില്ലേ, അല്ലെങ്കിൽ എല്ലാം മറന്നു പോത്തില്ലേ എന്നാണ് ഇവൻ പറയുന്നത്. ഫ്രണ്ട്സ്, എക്സാമിന്റെ തലേദിവസം ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നവരാണോ? ഏർലി മോർണിംഗ് 3 മണി വരെയും 2 മണി വരെയും ഒക്കെ ഇരുന്ന് പഠിക്കുന്ന കൂട്ടുകാരാകാം നിങ്ങൾ. നീ അങ്ങനെയാണോ? ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. മാത്സിന്റെ എക്സാമിന് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, മാത്സിന്റെ എക്സാമിനാണ് പ്രധാനമായിട്ടിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എക്സാമിന്റെ തലേദിവസം കൂട്ടുകാരെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നല്ലോണം പഠിക്കണം. ഓക്കെ, നല്ലവണ്ണം പഠിക്കണം. തീർച്ചയായിട്ടും പഠിക്കണം. എക്സാമിന്റെ തലേദിവസം ഏത് തരത്തിലുള്ള പഠനമാണ് വേണ്ടത്? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എക്സാമിന്റെ തലേദിവസം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എക്സാമിന് ഡേ ബിഫോർ ദ എക്സാം എന്ന് പറയുന്നത് ടൈം ഓഫ് റിലാക്സേഷൻ ആൻഡ് റിവ്യൂ. 2 പ്രധാന കാര്യം നടക്കണം. റിലാക്സേഷനും റിവ്യൂവും നടക്കണം. അതെങ്ങനെയാ നടക്കുന്നത്? എനിക്കറിയാം, പക്ഷേ റിലാക്സ് ചെയ്യാൻ പറ്റുമോ? റിലാക്സ് ചെയ്യാൻ പഠിക്കണം. നല്ല നൈറ്റ് സ്ലീപ്പ് വേണം. ലൈറ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഡേ ബിഫോർ ദ എക്സാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലരാണെങ്കിൽ എക്സാമിന്റെ തലേദിവസമാണ് പഠിക്കാൻ വരുന്നത്. എക്സാമിന്റെ തലേദിവസം പഠിക്കാനുള്ള സമയമല്ല, എക്സാമിന്റെ തലേദിവസം ജസ്റ്റ് ലൈറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യാനുള്ള സമയമാണ്. അത് കൂടാതെ നമ്മുടെ ഒരു കീ നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ലൈറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കീ നോട്ട്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് തൊട്ട് അതൊന്ന് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പൊ 21 ഡേയ്സിന് മുമ്പ് വരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഓർക്കാനുള്ള ടൈം മാത്രമാണ് ഡേ ബിഫോർ ദ എക്സാം. എക്സാമിന്റെ തലേദിവസം അങ്ങനെ വലിയായിട്ട് ഹെവി പഠനത്തിന്റെ ടൈം അല്ല. ആണെന്നാണ് പറയുന്നത്. ഇവന് പറഞ്ഞപ്പോ മനസ്സിലായില്ല. എക്സാമിന്റെ തലേദിവസം ഹെവി സ്റ്റഡീസ് ഉദ്ദേശിക്കുന്നില്ല. എക്സാമിന്റെ തലേദിവസം ലൈറ്റ് റിവ്യൂ ആൻഡ് പ്രൈം കോൺസെപ്റ്റിനെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനുള്ള സമയം മാത്രമാണ് എക്സാമിന്റെ തലേദിവസം. എക്സാമിന്റെ തലേദിവസം പഠിക്കണ്ട, റിവ്യൂ ചെയ്താൽ മതി. ഓക്കെ, റൈറ്റ്. രണ്ടാമത്തെ കാര്യം, ഒന്ന് റിലാക്സേഷൻ ആൻഡ് റിവ്യൂ ആണെങ്കിൽ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് കെയർ എന്നുള്ളതാണ്. ചില കൂട്ടുകാരാണ് എക്സാമിന്റെ തലേദിവസം ഭയങ്കര ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി മൊത്തം ലൂസ് മോഷനും കാര്യങ്ങളും ഒക്കെ ആയി മാറും. അതുകൊണ്ട് ഈറ്റ് വെൽ, ക്വാളിറ്റി ഓഫ് ഫുഡ് കഴിക്കണം. ഇതിന് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എക്സാമിന്റെ തലേദിവസം വീടിന് വെളിയിൽ നിന്നുള്ള ഭക്ഷണം പോയി കഴിക്കുന്നതോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. വീട്ടിലെ നല്ല അമ്മയോ അച്ഛനോ ഒക്കെ ഉണ്ടാക്കി തരുന്ന നല്ല ഭക്ഷണം കഴിക്കണം. അങ്ങനത്തെ സാധനങ്ങളല്ല, ലൈറ്റ് ആയിട്ടുള്ള നല്ല വെജിറ്റബിൾ ഫുഡൊക്കെ നമുക്ക് കഴിക്കാം ഡേ ബിഫോർ ദ എക്സാം. മനസ്സിനും ശരീരത്തിനും ആവശ്യമായ നല്ല എക്സസൈസ് ഒക്കെ ഡേ ബിഫോർ ദ എക്സാം നമുക്ക് ചെയ്യാം. ജിമ്മിൽ പോയി, ചില കൂട്ടുകാരാണ് എക്സാം ദിവസം പോയി ജിമ്മിൽ പോയി ഭയങ്കര കഷ്ടപ്പെട്ട് ശരീരമൊക്കെ വേദനിച്ച്, അത് വേണ്ട. ഡേ ബിഫോർ ദ എക്സാം ജിമ്മിൽ പോകുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ നല്ല നല്ല എക്സസൈസ് എടുക്കുക. ജിമ്മിൽ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ നിങ്ങളുടെ മാസ്റ്ററിനോട് പറയുക, സോ എക്സാം ആണെന്നൊക്കെ പറയുക. നീ ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല, നീ ആണെങ്കിൽ ഫിറ്റാണ്, അതുകൊണ്ട് ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. സോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ആ തരത്തിൽ ക്രമീകരിക്കാവുന്നതാണ്. ഒരു ചെറിയ മ്യൂസിക് കേൾക്കുന്നതോ നമുക്ക് നല്ല സന്തോഷം നൽകുന്ന ആൾക്കാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നതോ എക്സാമിന്റെ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നതല്ല. എന്റെ കൂട്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ടിങ്കു. ഇവൻ എക്സാമിന്റെ തലേദിവസമൊക്കെ എന്നോട് കാര്യങ്ങൾ പറയാറുണ്ട്. സോ ഞങ്ങൾ നല്ല പാട്ടൊക്കെ കേൾക്കും. സോ ചെറിയ വോക്കിനൊക്കെ പോവും, നല്ല ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം സെൽഫ് കെയർ എന്നുള്ളതാണ്. സ്വന്തമായിട്ട് സൂക്ഷിക്കുക, അതാണ് ഉദ്ദേശിച്ചത്.
അതാണ് ഉദ്ദേശിച്ചത്. സെൽഫ് കെയർ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, അത് മനസ്സിലാക്കുക. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, പ്രിപ്പറേഷൻ. ഓക്കെ, എന്തൊക്കെ പ്രിപ്പറേഷൻ ആവേണ്ടത്? സോ ഒന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഗ്യാദർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ചില കൂട്ടുകാരാണെങ്കിൽ എക്സാമിന് പോകുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ തപ്പുന്നത്. ഐഡിയയുടെ, ഹാൾ ടിക്കറ്റോടെ, പിന്നെ പേനയുടെ, പെൻസിലോടെ, സ്കെയിലോടെ. സോ നോ, നമ്മൾ ഡേ ബിഫോർ ദി എക്സാം ഈവൻ എന്തെങ്കിലും ഇല്ല എങ്കിൽ കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റുന്ന സമയത്തിന് മുൻപായി നിങ്ങളുടെ മെറ്റീരിയൽസ് ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഐ ഡി കാർഡ്, ഹാൾ ടിക്കറ്റ്, നമ്മുടെ എഴുതാനുള്ള പേപ്പറുകളെ അത് സ്കൂളിൽ നിന്ന് ലഭിക്കുമല്ലോ, മറ്റു എന്തെങ്കിലും പേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിലോ അതെല്ലാം ഒന്ന് ടേക്ക് കെയർ ചെയ്ത് ഗ്യാദർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ഡബിൾ ചെക്ക് ചെയ്യണം. ഡേറ്റ് എന്താണ്, എക്സാം എന്താണ്, ലൊക്കേഷൻ എവിടാണ്, അതൊക്കെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. ഡ്യൂറേഷൻ എത്ര സമയമുണ്ട്, എക്സാമിന്റെ ഡ്യൂറേഷൻ എത്ര സമയമുണ്ട്, അതൊക്കെ ഒന്ന് കരഞ്ഞോണ്ടിറങ്ങും ചില കൂട്ടുകാർ. എന്താ അറിയാമോ, ഡ്യൂറേഷൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ സമയം തീർന്നു പോയി. അതുകൊണ്ട് ഡ്യൂറേഷൻ എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വേണം എക്സാം ഹാളിൽ കയറാൻ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലാൻ യുവർ ഔട്ട്ഫിറ്റ് എന്നുള്ളതാണ്. കംഫർട്ടബിൾ ക്ലോത്തിങ്സ്, എസ്പെഷ്യലി ഈ എക്സാം ഒക്കെ നടക്കുന്ന സമയം എന്ന് പറയുന്നത് മാർച്ച് മാസം ഒക്കെ ആകാം. അതുകൊണ്ട് നല്ല ചൂടുള്ള സമയമാണ്. ഇച്ചിരി ലൂസായിട്ടുള്ള ടൈറ്റ് ക്ലോത്ത്സ് ഒന്നും ഇടാതെ ലൂസായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എക്സാമിന് പോകാൻ ശ്രമിക്കുക. കോട്ടൺ ക്ലോത്ത്സ് ഇല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കണ്ട, ഉള്ളത് ഇട്ടുകൊണ്ട് പോവുക. ഓക്കെ, അങ്ങനെ ശ്രമിക്കുക. സോ അതാണ് മൂന്നാമത്തെ കാര്യം. 3 കാര്യം ഞാൻ പറഞ്ഞു. റിലാക്സേഷൻ ആൻഡ് റിവ്യൂ, സെക്കൻഡ് വൺ സെൽഫ് കെയർ, തേർഡ് വൺ എന്ന് പറയുന്നത് ചില പ്രിപ്പറേഷൻസ് നമുക്ക് വേണം, അത് നമ്മൾ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ദ ഫൈനൽ വൺ, പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സെന്നുള്ളത്. ആ മനസ്സിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മുടെ സക്സസ്. അതെ, മെന്റൽ പ്രിപ്പറേഷൻ ആണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത്. എന്താണ് മെന്റലി പ്രിപ്പയർ ചെയ്യേണ്ടത്? നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ സക്സസ് നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ചില ആ കൂട്ടരാണെങ്കിൽ അതെ 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 തോക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തോക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട, വിഷ്വലൈസ് ദ സക്സസ്. കൂട്ടുകാരെ, വിജയം പ്രതീക്ഷിക്കുക. ഞാൻ വിജയിക്കുമെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അത് എനിക്ക് കുറവല്ല ഉണ്ടാകുന്നത്, അതിന് തീർച്ചയായിട്ടും കൂടുതൽ ലഭിക്കും, വിജയം തന്നെ ലഭിക്കുമെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക, മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, രണ്ടാമത്തെ ഒരു മെന്റൽ പ്രിപ്പറേഷന്റെ കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് പറയണം. ഞാൻ ശരിയാവും, എനിക്ക് വിജയിക്കാം, എന്നെ കൊണ്ട് പറ്റും. ചിലരാണ് കമ്പയർ ചെയ്ത് അവന് പറ്റി എനിക്ക് പറ്റിയില്ല, സോ അങ്ങനെ ചിന്തിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. സെൽഫ് ടോക്ക് സ്വന്തമായിട്ട് പറഞ്ഞോളൂ. നമുക്ക് നല്ലതാണ്, നമ്മൾ ബെസ്റ്റാണ്, നമുക്ക് സാധിക്കും, നമ്മളെ കൊണ്ടേ പറ്റൂ. അങ്ങനെ തരത്തിലുള്ള സംസാരങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകട്ടെ. ഓക്കെ, ഉണ്ടാകട്ടെ. അത് കൂടാതെ മെന്റൽ പ്രിപ്പറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓവർ നൈറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ഗുഡ് സ്ലീപ്പ്. എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോളാനല്ല, 7 to 9 hours ഡേ ബിഫോർ ദി എക്സാം ഉറങ്ങണം. ചില കൂട്ടുകാര് രാത്രി വെളുപ്പിനെ വരെ ഇരുന്ന് പഠിച്ചിട്ട് എക്സാം ഹാളിൽ പോയി തലകറങ്ങി വരും. നോ, അത് വേണ്ട. ചിലർക്ക് രാത്രി മൊത്തം ഇരുന്ന് പഠിക്കും, രാവിലെ ആകുമ്പോൾ വോമിറ്റിങ് തുടങ്ങും, തലവേദന എടുത്ത്. ആ തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ട കൂട്ടുകാരെ. നല്ല സ്ലീപ്പ്, അത് മാനസികമായി നിങ്ങളെ ഉണർത്തും. ഒരു ടിപ്പ് കൂടെ പറയാം. എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് നല്ലൊരു ചോക്ലേറ്റ്,
കഴിച്ചിട്ട് കേൾക്കോളൂ. നിങ്ങളെ ഉത്തേജിപ്പിക്കും, നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ്. അത് കഴിച്ചിട്ട് എക്സാമിന് പോവുക, എല്ലാവരും വിജയിക്കുക. അപ്പം എക്സാമിന്റെ തലേദിവസം രാത്രി കുത്തി ഫുള്ള് പഠിക്കുവാണോ? ഇവൻ നിർത്തി പഠിക്കുന്നത്. ഇവനൊന്ന് റിവ്യൂ ചെയ്തേ ഉള്ളൂ. ഞാൻ ഇവനെ ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ തരത്തിലുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നിങ്ങൾക്ക് തരാം. സോ വി ആർ റെഡി ടു ഹെൽപ്പ് യു. ഗോഡ് ബ്ലെസ് യു. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. നല്ലവണ്ണം പോയി പരീക്ഷ എഴുതിക്കോ. ബൈ.